പോലീസും കോടതിയും തള്ളിക്കളഞ്ഞ വിഷയത്തിൽ സൃഷ്ടിച്ച വ്യാജ പീഡന പരാതിയെ തെളിവുകൾ നിർത്തി പൊളിച്ചടുക്കി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. തന്റെ മടിയിൽ കനമില്ലെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ ഭയമില്ലെന്നും പറഞ്ഞ കൃഷ്ണകുമാർ 2010-ൽ ഇതര മതസ്ഥനെ വിവാഹം ചെയ്ത വ്യക്തിയാണ് പരാതിക്കാരിയെന്നും സ്വത്ത് തർക്കമാണ് പരാതിക്ക് പിന്നിലെന്നും വ്യക്തമാക്കി. നിരന്തരം വ്യാജ വാർത്തകൾ നൽകുന്ന മീഡിയ വൺ ചാനലിനെതിരെ കോടതിയലക്ഷ്യത്തിന് കേസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2023-ൽ സ്വത്ത് തർക്ക കേസിലെ കോടതി ഉത്തരവ്, 2024-ൽ വ്യാജ ലൈംഗിക പീഡന പരാതി കേസിലെ അനുകൂല കോടതി ഉത്തരവ്, പോലീസ് പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയത്. കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ തനിക്കെതിരെ ബോധപൂർവം സൃഷ്ടിച്ച വാർത്തകളെ പ്രതിരോധിച്ചത്. കോടതിയിൽ കൊടുത്ത ഇതാണ് കോടതിയിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിംഗ് സമയത്ത് പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾക്ക് പരിശോധിക്കാം. 2010-ൽ ഇതര മതസ്ഥനെ വിവാഹം ചെയ്ത ഭാര്യ സഹോദരിയായ പരാതിക്കാരി വീട്ടിൽ നിന്നും പുറത്താവുന്നു. തുടർന്ന് 2013-ൽ പിതാവിനെ ഡയാലിസിസിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ വീട്ടിൽ കയറുകയും അലമാരിയിൽ സൂക്ഷിച്ച വിൽപത്രത്തിൽ സ്വത്തുക്കളെല്ലാം C. കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിന്റെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും 2013-ൽ ഒരു സ്വത്തുതർക്ക പരാതിയും പിന്നീട് 2014-ൽ കേസിന് ബലം കിട്ടാൽ തന്നെ മർദ്ദിച്ചതായും ലൈംഗികമായി പീഡിപ്പിച്ചതായും പരാതി നൽകുകയായിരുന്നു. എന്നാൽ 712/14 എന്ന ക്രൈം നമ്പറിൽ നോർത്ത് പോലീസ് അന്വേഷിച്ച പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് തന്നെ കണ്ടെത്തി. പിന്നീട് 2024-ൽ കോടതിയും C. കൃഷ്ണകുമാറിന് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. 2015, 2016, 2025 തുടങ്ങി C. കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എല്ലാം ഉയർത്തിക്കൊണ്ടുവരാറുള്ള അതേ വിഷയത്തെയാണ് പുതിയ കാര്യം എന്നതുപോലെ വീണ്ടും കോൺഗ്രസും മാധ്യമങ്ങളും ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു. ഇതൊക്കെ 2015-ൽ 20-ലൊക്കെ പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. പ്രതിപക്ഷ നേതാവിന് ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിൻ്റെ കുഴിയിൽ വീണത്. 2014-ൽ ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ അലമാരകൾ പരിശോധിക്കുന്നു. അച്ഛൻ മൂത്ത മകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു. ആ വില്ല് കണ്ട് ശക്തമായിട്ട് ആ വില്ല് കണ്ടതുടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു. പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. പാർട്ടിയിലുള്ളപ്പോൾ തന്നെ ഈ വിഷയത്തെ തനിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ സന്ദീപ് വാര്യർ ആയിരുന്നു. അതേ സന്ദീപ് തന്നെയാണ് VD സതീശനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നനഞ്ഞ പടക്കം അവതരിപ്പിച്ചിരിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. തനിക്കെതിരെ നിരന്തരം വ്യാജ വാർത്ത കൊടുക്കുന്ന മീഡിയ വൺ ചാനലിനെതിരെ കോടതിയലക്ഷ്യത്തിന് കേസ് കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ജഡ്ജ്മെന്റ്? മീഡിയ വണ്ണിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരിക്കും ചാനലിൽ. 2015-ലും 2020-ലും ഇതേ പരാതിക്കാർ C. കൃഷ്ണകുമാറിനെതിരെ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ പരാതിക്കാർ പാലക്കാട് പ്രസ് ക്ലബ്ബിൽ പലതവണ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചിരുന്നുവെങ്കിലും അന്ന് മാധ്യമങ്ങൾ പോലും തള്ളിക്കളഞ്ഞ വിഷയമായിരുന്നു സ്വത്തുതർക്കത്തിൻ്റെ പേരിലുള്ള ഈ വ്യാജ പരാതി. ജനം, പാലക്കാട്.